ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു സമനിലയാണ് പിറന്നിട്ടുള്ളത്. മുംബൈ സിറ്റിയും ഹൈദരാബാദ് എഫ് സിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഈ മത്സരത്തിൽ ഗോൾ രഹിത സമനിലയാണ് സംഭവിച്ചിട്ടുള്ളത്. ഹൈദരാബാദ് മുംബൈ സിറ്റിയെ പിടിച്ചുകെട്ടി എന്നതാണ് വസ്തുത. ഹൈദരാബാദ് ഗോൾ കീപ്പറായ അർഷദീപ് തകർപ്പൻ പ്രകടനമായിരുന്നു ഈ മത്സരത്തിൽ നടത്തിയിരുന്നത്. ഹൈദരാബാദിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ മോശം സ്ഥിതിയിലായിരുന്നു ക്ലബ്ബ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് അവരുടെ പരിശീലകനായ താങ്ബോയ് സിംഗ്ടോയെ അവർ പുറത്താക്കിയത്. പിന്നീട് അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന ഷമീൽ ചെമ്പകത്ത് ഒരു ഇടക്കാല പരിശീലകനായി കൊണ്ട് വരികയായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ കാര്യമായ പുരോഗതി ഹൈദരാബാദിനുണ്ടായി എന്നുള്ളതാണ് വസ്തുത. തകർന്നടിഞ്ഞ ആ ഒരു ക്ലബിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ ഷമീൽ ചെമ്പകത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അദ്ദേഹം ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കേവലം 7 പോയിന്റ് മാത്രമായിരുന്നു ഹൈദരാബാദിന് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 17 പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. 10 പോയിന്റുകൾ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 12ാം സ്ഥാനത്താണ് ഹൈദരാബാദ് ഉള്ളത്. മികച്ച പ്രകടനം അദ്ദേഹത്തിന് കീഴിൽ ഇപ്പോൾ ഹൈദരാബാദ് നടത്തുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ സമീപകാലത്തെ മത്സരങ്ങളിൽ ചില വിജയങ്ങളൊക്കെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദൻ എസ്.സിക്കെതിരെയുള്ള മത്സരത്തിൽ ഹൈദരാബാദ് വിജയിച്ചിരുന്നു. അതുപോലെ തന്നെ ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ വിജയിക്കാൻ ഹൈദരാബാദിന് കഴിഞ്ഞിരുന്നു. അതിനു മുൻപ് ബംഗളൂരു എഫ്.സി, അതുപോലെ തന്നെ എഫ്.സി ഗോവ എന്നിവരെയൊക്കെ സമനിലയിൽ തളക്കാൻ ഹൈദരാബാദിന് കഴിഞ്ഞിരുന്നു. ഈസ്റ്റ് ബംഗാളിനെ സമനിലയിൽ തളച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്ക രൂപത്തിലുള്ള ഒരു റിസൾട്ടുകൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നതാണ്. അതിന്റെ ക്രെഡിറ്റ് ഈ ഒരു മലയാളി പരിശീലകനായ ഷമീൽ ചെമ്പകത്തിന് തന്നെയാണ് നൽകേണ്ടത്. എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്നു എന്നുള്ളതാണ്. 2017 മുതൽ 2020 വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ-15 ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മലയാളി താരങ്ങളെ അദ്ദേഹം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹൈദരാബാദിൽ ഒരുപാട് മികച്ച മലയാളി താരങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.